നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലായിലെ തെരഞ്ഞെടുപ്പാണ് രസം. മാണി സി കാപ്പനിത ഇന്ന് കളത്തിലെത്തി വിളിച്ചു പറയുന്നു ജോസ് കെ മാണി 9 കോടി രൂപയ്ക്ക് തന്റെ സീറ്റുകൾ വിറ്റെന്ന്. ജോസ് കെ മാണിയും ഷോൺ ജോർജുമൊക്കെ മദ്യം കൊടുത്താണത്രേ കൊട്ടിക്കലാശത്തിന് ആളെ എത്തിച്ചത്. മാണി സി കാപ്പൻ പറയുന്ന കണക്കൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരും. പിറവമടക്കം 3 സീറ്റുകൾക്ക് 9 കോടി രൂപ ജോസ് കെ മാണി വാങ്ങിയെടുത്തു എന്ന് UDF തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേ ഇല്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. മത്സരം LDFും NDAയും തമ്മിലാണ്. പാലായിൽ UDF ക്യാമ്പ് എത്തുന്നില്ല. ആളില്ലാത്തത് കൊണ്ടാണ് മാണി സി കാപ്പന് കൊട്ടിക്കലാശം പോലും നടത്താൻ കഴിയാതിരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാണി സി കാപ്പൻ്റെ മുഖത്തൊരു മ്ലാനതയുണ്ട്. ഷോൺ ജോർജ് കൂട്ടരുമൊക്കെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ആളെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ് എന്ന് UDF ക്യാമ്പ് പരിഹസിക്കുന്നു. ആരോപണമുയർത്തിയ മാണി സി കാപ്പൻ്റെ ചരിത്രം അത് നമ്മെ കൂടുതൽ ചിരിപ്പിക്കും. മുമ്പ് മലയാളി വ്യവസായി ദിനേശ് മേനോൻ നൽകിയ ഒരു കേസ് നമുക്ക് മുന്നിലുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഓഹരി വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നേരത്തെ മാണി സി കാപ്പൻ തട്ടിയെടുത്തത് 3.25 കോടി രൂപയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. മുമ്പ് മേനോൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി CMD ആണ് ദിനേശ് മേനോൻ. വാങ്ങിയ പണം മാണി സി കാപ്പൻ തിരികെ നൽകിയില്ല എന്ന് മാത്രമല്ല, മറ്റു പല വഴിക്ക് ഈ ദിനേശ് മേനോനെ മാണി സി കാപ്പൻ ചതിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഓഹരികൾ വാങ്ങി നൽകാം എന്ന് വിശ്വസിപ്പിച്ച് 3.25 കോടി ആദ്യം കൈക്കലാക്കുന്നു. തുടർന്ന് 25 ലക്ഷം രൂപ തിരികെ നൽകി. 2019 കൊച്ചിയിൽ വെച്ച് ദിനേശ് മേനോൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. പിന്നീട് കേസ് കടുത്തു ഹൈക്കോടതിയിലേക്ക് ദിനേശ് മേനോൻ എത്തി. 3.25 കോടി രൂപ തിരികെ കിട്ടാൻ ദിനേശ് മേനോൻ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് കുറച്ച് ചെക്കുകൾ നൽകി. ഈ ചെക്കുകളൊക്കെ ബാങ്കിൽ പൊട്ടി. പിന്നീട് കുമരകത്തൊരു 98 സെന്റ് സ്ഥലം വാഗ്ദാനം ചെയ്ത് കാപ്പൻ ദിനേശ് മേനോന്റെ അടുക്കലെത്തി. എന്നാൽ സംഗതി അവിടെയും ചതിച്ചു. ഈ സ്ഥലം ഏതോ ബാങ്കിൽ പണയം വെച്ച് ബാങ്കുകാർ ജപ്തി ചെയ്തിട്ടിരിക്കുന്നു. കുമരകത്തെ വസ്തു നേരത്തെ തന്നെ പണയപ്പെടുത്തി 75 ലക്ഷം രൂപ കൈക്കലാക്കിയ വ്യക്തിയാണ്. ഈ കേസ് CBI വരെ എത്തി. കേസ് ഇപ്പോഴും നടക്കുന്നു. വഞ്ചന കേസിൽ കുറ്റം ചുമത്തുന്നതിനെതിരെ നൽകിയ ഹർജി ഒടുവിൽ ഹൈക്കോടതി തള്ളി. 2024 ജനപ്രതിനിധികൾക്കെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്ന എറണാകുളത്തെ കോടതിയിൽ തന്നെയാണ് മാണി സി കാപ്പൻ്റെ ഈ കേസ് നടക്കുന്നത്. ഇത് സിവിൽ കേസാണെന്നും പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല എന്നുമാണ് മാണി സി കാപ്പൻ്റെ വാദം. എന്നാൽ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വഞ്ചന കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ബാധകമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ മാണി സി കാപ്പൻ സുപ്രീം കോടതിയിലെത്തി. എന്നാൽ സുപ്രീം കോടതിയും ഈ കേസ് തള്ളിക്കളഞ്ഞു. തുടർന്ന് വിചാരണ കോടതിയിൽ ഹാജരാവുകയും കേസിൽ ജാമ്യമെടുക്കുകയും ചെയ്തു മാണി സി കാപ്പൻ. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ താൻ ഏതൊക്കെ കേസുകളിൽ പെട്ടിട്ടുണ്ട്, എന്തൊക്കെ പുലിവാലികൾ പിടിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് മാണി സി കാപ്പന് ഒരു നിശ്ചയവുമില്ല. പിന്നീട് അത് തെരഞ്ഞെടുപ്പ് കേസായി പൊങ്ങിവന്നു. കേരള ഹൈക്കോടതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കേസ് നടക്കുന്നത്. മാണി സി കാപ്പനെതിരായ വിധി തന്നെയാണ് അവിടെ നിന്ന് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും മാണി സി കാപ്പൻ്റെ ഗതി എന്താവും എന്ന സംശയം പൊതുവെ UDF ക്യാമ്പിലുണ്ട്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചില ചർച്ചകൾ നടന്നിരുന്നു. ഭരണം കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് അടുത്ത സുഹൃത്തുക്കളോട് മാണി സി കാപ്പൻ പറഞ്ഞത്. കുറച്ചു പണം അത്യാവശ്യമാണത്രേ. 2021 മാണി സി കാപ്പൻ്റെ പാർട്ടിക്ക് ലഭിച്ചത് 2 സീറ്റാണ്. ആ നിലത്തൂർ സീറ്റ് മാണി സി കാപ്പൻ വിറ്റു എന്ന ആരോപണവും ഉയർന്നിരുന്നു. ശശീന്ദ്രനെ ജയിപ്പിക്കാൻ മാണി സി കാപ്പൻ്റെ ഒരു തന്ത്രം. 2021 തെരഞ്ഞെടുപ്പ് നോമിനേഷൻ നൽകുമ്പോൾ 2 കമ്പനികളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല മാണി സി കാപ്പൻ. ഒടുവിൽ വൻ വിനയായി അത് പതിച്ചു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കേസ് ഉയർന്നു വരുന്നത്. നോമിനേഷൻ പേപ്പറിനൊപ്പം ഹാജരാക്കിയ രേഖകളൊക്കെ അടപടലം തെറ്റ്. മാണി സി കാപ്പൻ ഡയറക്ടറായിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു എന്നൊക്കെയാണ് നോമിനേഷൻ സമയത്ത് താൻ വിശ്വസിച്ചിരുന്നത് എന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്. രാജിക്കത്ത് എഴുതി കൊടുത്തത്രേ. എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ആ കത്ത് അവർ കൈമാറിയില്ല. താൻ രാജിവെച്ച വർഷത്തിന് തൊട്ടു പിന്നാലെ വീണ്ടും ഡയറക്ടറാണ് എന്ന് കണ്ടപ്പോഴാണ് തൻ്റെ രാജി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നൽകിയില്ല എന്ന വിവരം താൻ അറിയുന്നത് എന്ന് മാണി സി കാപ്പൻ പറയുന്നു. 2021 ശേഷം ഈ കമ്പനി ഒരു റിട്ടേണുകളും സമർപ്പിച്ചിരുന്നില്ല. ഹൈക്കോടതിയിൽ നൽകിയ മൊഴിയിൽ മാണി സി കാപ്പൻ എന്താണ് സംഭവിച്ചത് എന്ന് ഏകദേശമൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചു. മേഘാലയയിലെ ഒരു 800 ഏക്കർ കച്ചവടമായിരുന്നു കമ്പനിയുടെ സൃഷ്ടിക്ക് പിന്നിൽ. എന്നാൽ 800 ഏക്കർ ട്രൈബൽ ഭൂമിയാണ്. ട്രൈബലുകളുള്ള ഒരു കമ്പനിക്ക് മാത്രമേ ഇത് വാങ്ങാവൂ. അങ്ങനെ ഒരു ട്രൈബൽ നോമിനിയെ കൂട്ടിയുള്ള കമ്പനി തട്ടിക്കൂട്ടിയെടുത്തു. 800 ഏക്കർ സ്ഥലം വാങ്ങി. 800 ഏക്കർ ബാങ്കിൽ ഈട് വെച്ച് കോടികൾ വായ്പയെടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ ട്രൈബൽ നാമധാരി മരിച്ചു.
മേഘാലയയിലെ നിയമമനുസരിച്ചൊരു ട്രൈബൽ കമ്പനിയുടെ ഡയറക്ടറായി ഉണ്ടായിരിക്കണം. ഒരു ട്രൈബലിൻ്റെ വസ്തു മറ്റൊരു ട്രൈബൽ വാങ്ങുന്നതിലും നിയമ തടസ്സമില്ല. ഈ പഴുതുപയോഗിച്ചായിരുന്നു മാണി സി കാപ്പൻ്റെ തോട്ടം വാങ്ങൽ. സ്ഥലം പൂർണ്ണമായി വിൽക്കാൻ കഴിയില്ല. 70 വർഷത്തെ ലീസാണ് മാണി സി കാപ്പൻ നേടിയെടുത്തത്. 2012 വസ്തു വാങ്ങുന്നു. ഔദ്യോഗിക രേഖകളിലുള്ളത് 15 ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങിയെന്ന്. ബാങ്കിൽ നിന്ന് വലിയ തുക ലോൺ എടുത്തു. പിന്നീട് ബാങ്ക് ഈ വസ്തു ജപ്തി ചെയ്യുകയും ലേലം ചെയ്യുകയും ചെയ്തു. വാങ്ങിയ പണത്തിൻ്റെ എത്രയോ 10 മടങ്ങുകളാണ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്തത്. അതുകൊണ്ട് സംഗതി കച്ചവടം ലാഭം. എന്നാൽ മാണി സി കാപ്പന് സംഭവിച്ചത് മറ്റൊരു അബദ്ധമാണ്. ഈ കമ്പനിയെക്കുറിച്ച് വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ 800 ഏക്കർ മറച്ചുവെച്ചു എന്ന ഒരു വലിയ കുറ്റമാണ് നോമിനേഷനിൽ മാണി സി കാപ്പൻ വരുത്തിവെച്ചത്. ഈ 800 ഏക്കർ സ്ഥലത്തിന് ബാങ്ക് ലോൺ അനുവദിക്കുമ്പോൾ താൻ ഡയറക്ടർ ആയിരുന്നില്ല എന്ന് തൊടുന്യായം മാണി സി കാപ്പൻ പറഞ്ഞു നോക്കി. നോമിനേഷനിൽ മറ്റൊരു വിചിത്ര വസ്തുതയും കടന്നുകൂടി. പ്രീ ഡിഗ്രിയുടെ സ്ഥാനത്ത് മാണി സി കാപ്പൻ കാട്ടിയത് 3 വർഷം പഠിച്ചുവെന്ന്. സംഗതി കോടതിയിൽ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അതിൻ്റെ വിശദാംശം മാണി സി കാപ്പൻ പറഞ്ഞതിങ്ങനെ: താൻ യൂണിവേഴ്സിറ്റി വോളിബോൾ താരമായിരുന്നു. 2 വർഷമാണ് പ്രീ ഡിഗ്രി പഠനം. വോളിബോൾ താരമായിരുന്നതുകൊണ്ട് 3-ാം വർഷവും തനിക്ക് പഠനം തുടരാൻ കഴിഞ്ഞു. അങ്ങനെയാണ് പ്രീ ഡിഗ്രി 3 വർഷം പഠിച്ചത്. ഏറെ രസകരമായ മറ്റൊരു കേസിനെക്കുറിച്ചുള്ള വസ്തുതകളും തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട വിസ്താരത്തിനിടയിൽ കടന്നുവന്നു. കോട്ടയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കുറേയേറെ ഏക്കർ ഭൂമിക്ക് മാണി സി കാപ്പനും കൂട്ടരും അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഈ സ്ഥലം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ വ്യവഹാരവും നടക്കുന്നു. സംഗതി വലിയ രസമാണ്. കോട്ടയം ടൗൺ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ആസ്ഥാനത്തിനടുത്ത് കേന്ദ്ര സർക്കാരിനൊരു 32 ഏക്കർ സ്ഥലമുണ്ട്. അവിടെയാണ് നവോദയ സ്കൂളൊക്കെ ഉള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, റബ്ബർ ബോർഡ് തുടങ്ങി ഒട്ടനവധി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ. എന്നാൽ ഈ വസ്തു താൻ അഡ്വാൻസ് കൊടുത്ത വസ്തുവാണ് എന്ന അവകാശവാദമാണ് മാണി സി കാപ്പനും അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ണറും ചേർന്ന് അവകാശവാദമായി ഉന്നയിച്ചത്. കോടതിയിൽ നടന്ന വിസ്താരത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും മാണി സി കാപ്പൻ അത്ര പിടിയില്ല. കേസ് ജയിക്കും എന്ന് തന്നെയാണ് മാണി സി കാപ്പൻ കരുതിയിരിക്കുന്നത് എന്ന് മാണി സി കാപ്പൻ പറയുന്നു. അതുകൊണ്ടാണ് 47% അവകാശവാദം മാണി സി കാപ്പൻ ഉന്നയിച്ചതത്രേ. ഈ കേസിൽ കൂടുതൽ കരുത്തു വരാനാണ് മാണി സി കാപ്പൻ ഒരു അധിക പ്രസംഗം നടത്തിയത്. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഭൂമിയും തൻ്റേതാണ് എന്ന അവകാശവാദം നോമിനേഷനിലൂടെ ഉന്നയിച്ചു. ഭാവിയിൽ കോടതി വിധി തനിക്ക് അനുകൂലമായി വന്നാൽ ഈ വസ്തു തനിക്ക് സ്വന്തമാകുമെന്നൊക്കെയാണ് മാണി സി കാപ്പൻ പറയുന്നത്. വസ്തു കാപ്പൻ നഗർ എന്നൊരു പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടി കരാർ വെച്ചതാണത്രേ. ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ട് എന്ന് സത്യവാങ്മൂലത്തിൽ താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മാണി സി കാപ്പൻ വിശദീകരിക്കുന്നു. ഈ വസ്തുവിന് നിങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ കരമടച്ചിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി. കെ കോശിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ റോയി മാമൻ കോശിയും അമ്മ മേരി സോഫി കോശിയുമായുള്ള കരാറിൻ്റെ പേരിൽ താൻ പണം കൊടുത്തിരുന്നു എന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്. മേൽപ്പറഞ്ഞ കോശിയും മറ്റുള്ളവരുമൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഗാമ ട്രേഡ് ലിങ്ക്സ് കമ്പനി അഹമ്മദാബാദ് ബാങ്കിൽ നിന്ന് കുടുംബാംഗങ്ങളുടെ ആരുടെയെങ്കിലും ഗ്യാരണ്ടിയിൽ ലോൺ എടുത്തിരുന്നോ എന്ന ചോദ്യത്തിനും മാണി സി കാപ്പന് വ്യക്തതയില്ല. മാണി സി കാപ്പൻ പറയുന്നത് ഇങ്ങനെ: എൻ്റെ ഭാര്യയുടെ പേരിലുള്ള 1.5 ഏക്കർ സ്ഥലവും എൻ്റെ സുഹൃത്ത് ജെയിംസ് സിറിയക്കിൻ്റെ പേരിലുള്ള 2.5 ഏക്കർ സ്ഥലവും എൻ്റെ ഭാര്യയുടെ പേരിൽ കുമരകത്തുള്ള 50 സെൻറ്റ് സ്ഥലവും ഈടായി നൽകിയിരുന്നു. അലഹബാദ് ബാങ്കിൻ്റെ നിലവിലുള്ള പേര് ഇന്ത്യൻ ബാങ്ക് എന്നാണ്. DRTയിൽ ബാങ്ക് കേസ് കൊടുത്ത കാര്യം കാപ്പന് വ്യക്തമായി അറിയാം. ഗ്യാരൻറ്റേഴ്സിൻ്റെ പേരും കോടതി കാപ്പനെ ഓർമ്മപ്പെടുത്തി. ആലീസ് മാണി കാപ്പൻ, ചെറിയാൻ മാണി കാപ്പൻ, ജെയിംസ് സിറിയക്. മേഘാലയയിലെ 800 ഏക്കർ സ്ഥലം ബാങ്ക് ജപ്തി ചെയ്ത് ലേലം ചെയ്തത് 5.25 കോടി രൂപയ്ക്ക്. പിന്നീട് 3.5 കോടി രൂപ കൂടി ബാങ്കിൽ അടയ്ക്കേണ്ടതുണ്ട്. അത്രയേറെ തുക ബാങ്കിൽ നിന്ന് എടുത്തിരുന്നു. ഒരുപക്ഷെ മുതലും പലിശയുമൊക്കെ ചേർന്ന തുകയായിരിക്കും ഇത്. എന്തായാലും കേസിലെ പ്രതികൾക്ക് ജോയിൻറ്റ് ലയബിലിറ്റി ഉണ്ട് എന്ന് കോടതി മാണി സി കാപ്പനെ ഓർമ്മപ്പെടുത്തുന്നു. നോമിനേഷൻ പേപ്പറിൽ ഗാമ ട്രേഡ് ലിങ്ക്സ് കമ്പനിയുടെ 800 ഏക്കർ നിങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നോ എന്ന കോടതിയുടെ ചോദ്യത്തിന് മാണി സി കാപ്പൻ കോടതിയിൽ മൊഴിയായി നൽകിയത് ഓർമ്മയില്ല എന്ന്. എന്തായാലും കമ്പനിയുടെ ഫോർമേഷൻ സമയത്ത് മാണി സി കാപ്പൻ കമ്പനിയുടെ ഭാഗമായിരുന്നു. മാണി സി കാപ്പൻ്റെ ഭാര്യ ഇൻകം ടാക്സ് അക്സസ്സിയാണോ എന്ന കാര്യത്തിൽ പോലും തനിക്കറിയില്ല എന്ന ഉത്തരമാണ് ഹൈക്കോടതിയിൽ മാണി സി കാപ്പൻ മൊഴിയായി നൽകിയത്.
കഴിഞ്ഞ നോമിനേഷൻ പേപ്പറിലെ മറ്റൊരു വിവാദം കൂടിയെന്ന് മാണി സി കാപ്പനെ വലച്ചു. പഴയ OK പ്രൊഡക്ഷൻസ് കമ്പനി. OK പ്രൊഡക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ആസാമിൽ 2012 ആരംഭിച്ച ഒരു കമ്പനി. എന്നാൽ ആ കമ്പനിയുടെ നടപടിക്രമങ്ങൾ പിന്നീട് പാലിച്ചില്ല. കമ്പനിയുടെ അക്കൗണ്ട് പിന്നീട് ഓഡിറ്റ് ചെയ്തതേയില്ല. ഇതിൽ തന്നെ ചാർട്ടേഡ് അക്കൗണ്ട് ചതിച്ചുവെന്നാണ് മാണി സി കാപ്പൻ്റെ മൊഴി. കമ്പനിയുടെ ആസ്ഥാനം എവിടെ എന്നതുപോലും തനിക്കറിയില്ല എന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ മാണി സി കാപ്പൻ എടുത്തത്. തനിക്കൊപ്പമുള്ള രണ്ടാമത്തെ ഡയറക്ടർ തിരുവനന്തപുരത്തുകാരൻ ആണ് എന്ന് മാത്രമാണ് തനിക്ക് അറിയാവുന്നതെന്നൊക്കെ മാണി സി കാപ്പൻ മൊഴിയിൽ പറയുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. വഴിയിൽ വെച്ച് പരിചയപ്പെട്ട ആളാണത്രേ. ആയുഷ് അസോസിയേറ്റ്സ് എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനിയാണ് തൻ്റെ കണക്കുകളൊക്കെ നോക്കുന്നത്. അവർ കൃത്യമായി റിട്ടേണുകൾ നൽകിയില്ല എന്നാണ് ഇപ്പോൾ മാണി സി കാപ്പൻ കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി. OK പ്രൊഡക്ഷൻസ് എന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തെക്കുറിച്ചും അടിമുടി ദുരൂഹതയാണ് മാണി സി കാപ്പൻ്റെ സത്യവാങ്മൂലത്തിൽ. സിനിമകൾ സംബന്ധിച്ച കണക്കുകൾ സൂക്ഷിക്കാറുണ്ടോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് യാതൊരുവിധ വ്യക്തതയും മാണി സി കാപ്പനില്ല. 2019 വെള്ളപ്പൊക്കത്തിൽ ഓഫീസിൽ വെള്ളം കയറി എല്ലാം നശിച്ചുപോയി എന്ന മൊഴിയാണ് മാണി സി കാപ്പൻ നൽകിയത്. സിനിമാ രംഗത്തെ നിരവധി കേസുകളെക്കുറിച്ച് പിന്നീട് മാണി സി കാപ്പൻ മിണ്ടുന്നേയില്ല. ഇതും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെ. 2021 ജോസ് കെ മാണിയോടായിരുന്നു മാണി സി കാപ്പൻ എതിരിട്ടത്. അന്ന് ജോസ് കെ മാണിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും നിരവധി ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അതിനും മാണി സി കാപ്പൻ്റെ ഉത്തരം ഇങ്ങനെ: ജോസ് കെ മാണിക്ക് റോയൽ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന സ്ഥാപനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കോടതി മാണി സി കാപ്പനോട് ചോദിച്ചപ്പോൾ തനിക്കതേക്കുറിച്ച് ഒന്നും അറിയില്ല, പത്രങ്ങളിൽ വായിച്ചു കേട്ടു എന്ന് മാത്രമാണ് മാണി സി കാപ്പൻ മറുപടി കൊടുത്തത്. ആക്ഷേപം ഉന്നയിക്കുന്നതിന് മുൻപ് സത്യാവസ്ഥ തെരഞ്ഞിരുന്നോ എന്ന് കോടതി ചോദിച്ചപ്പോൾ സത്യാവസ്ഥയൊന്നും തെരഞ്ഞില്ല, പറഞ്ഞു കേട്ടതാണ് എന്ന ഒഴുക്കൻ മറുപടി. കേട്ടുകേൾവി വെച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാമോ എന്ന് കോടതി ചോദിച്ചപ്പോൾ താൻ രേഖകളൊന്നും പരിശോധിച്ചില്ല, ഒരു രേഖയും കണ്ടിട്ടില്ല എന്നായിരുന്നു മാണി സി കാപ്പൻ്റെ നിലപാട്. റബ്ബർ കർഷകരുടെ നട്ടെല്ലൊടിച്ച ഇറക്കുമതിക്ക് പിന്നിൽ ജോസ് കെ മാണി എന്ന പേരിൽ ഒരു പത്രം പാലായിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഈ പത്രവുമായി തനിക്ക് ബന്ധമില്ല എന്ന വാദമാണ് ഹൈക്കോടതിയിൽ മാണി സി കാപ്പൻ ഉയർത്തിയത്. പത്രം ഡിജോ കാപ്പൻ പ്രിന്റ് ചെയ്ത് ഇറക്കിയതാണ്. തൻ്റെ ഇലക്ഷൻ ചുമതല ഡിജോ കാപ്പനായിരുന്നു. അതുകൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പത്രം ഇറക്കിയത് എന്നതിനെക്കുറിച്ചൊന്നും തനിക്കറിയില്ല എന്ന നിലപാടാണ് കാപ്പൻ കോടതിയിൽ സ്വീകരിച്ചത്. കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർക്കൊപ്പമുള്ള ഫോട്ടോയും ഈ പത്രത്തിൽ ഉപയോഗിച്ചിരുന്നു. അതും കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയായി മാണി സി കാപ്പന് ഭവിച്ചു. 2021 തെരഞ്ഞെടുപ്പ് കേസ് ഏറ്റവും ശക്തമായ നിലയിലാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഈ കേസിൽ പ്രതികൂല വിധിയുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. ഇതും മാണി സി കാപ്പൻ്റെ മനസ്സിലുണ്ട്. 2026 അതുതന്നെയാണ് മാണി സി കാപ്പനെ ഏറ്റവും അധികം വേട്ടയാടുന്നത്. UDF ക്യാമ്പിൽ പൊതുവെ ഒരു മ്ലാനത പടരുന്നു. മാണി സി കാപ്പനെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ വ്യക്തതയോടെ അന്വേഷിച്ചതിന് ശേഷം മാത്രം മതിയായിരുന്നു നോമിനേഷൻ എന്നുവരെ പറയുന്നവരുണ്ട്. കള്ളക്കഥകളും അപവാദ പ്രചരണങ്ങളുമൊക്കെ പാലായിൽ പതിവാണ്. എന്നാൽ അത്തരം കാര്യങ്ങളുടെ അമരത്തു നിൽക്കുന്ന വ്യക്തി തന്നെ കള്ളപ്രചരണത്തിന് നേതൃത്വം കൊടുത്താലോ? ഒരുപക്ഷെ രാഷ്ട്രീയ വൈര്യമെന്നൊക്കെ ഇത്തരം കേസുകളെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ തെളിവുകൾ, അതും കത്തുന്ന തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് എന്ന് മറക്കരുത്. എന്നും വിവാദങ്ങളുടെ ഓരത്ത് മാണി സി കാപ്പനെ നമുക്ക് കാണാം. എന്നാൽ പാലായിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്താണ് 2019 2021 മാണി സി കാപ്പന് വിജയിക്കാൻ കഴിഞ്ഞത്. രാഷ്ട്രീയ മാന്യത എന്നും വാദിക്കുന്ന UDFും കോൺഗ്രസുമൊക്കെ ഇക്കാര്യങ്ങൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.